നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാത്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് റാഷണൽ നമ്പേഴ്സ് നമ്പർ ലൈനിൽ ഇങ്ങനെ വരയ്ക്കണം. അതായത് നമ്മുടെ സംഖ്യാരേഖയിൽ റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകളെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ലെറ്റ് us try to represent 1/2 എന്ന നമ്പർ ലൈൻ. അതായത് 1/2 എന്ന നമ്പർ നമുക്ക് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തി നോക്കാം. നമുക്ക് എന്താ അറിയാം? 1/2 എന്ന് പറയുന്നത് എന്താണ്? അരയാണ് അല്ലെ? അരയല്ലേ നമ്മൾ 1/2 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അര എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ ചെറുതാണ്, എന്നാൽ പൂജ്യത്തിനേക്കാൾ വലുതാണ്. അര എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണ് അല്ലെ? നെഗറ്റീവ് ഇല്ലല്ലോ ഇവിടെ, ഒരു അതിസംഖ്യയാണ്. സംഖ്യകളൊക്കെ എപ്പോഴും എന്തായിരിക്കും? പൂജ്യത്തിന് വലത്തോട്ടായിരിക്കും കിടക്കുന്നത്. അതുപോലെ തന്നെ അര എന്ന് പറയുന്നത് ഒന്നിന്റെ പകുതി മാത്രമേ ഉള്ളൂ, ഒന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഒന്നിനേക്കാൾ ചെറുതാണ് അര. അപ്പൊ ഒന്നിനേക്കാൾ ചെറുതും പൂജ്യത്തിനേക്കാൾ വലുതുമാണ് അര അല്ലെ? അപ്പൊ പൂജ്യം ഇവിടെയാണ്, ഒന്ന് എവിടെയാണ്? അതായത് അര എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 0.5 ആണ്. അതായത് അരയാണ്, അത് പൂജ്യത്തിനേക്കാൾ വലുതാണ്, ഒന്നിനേക്കാൾ ചെറുതാണ്. അര ലൈസ് ബിറ്റ്വീൻ 0 and 1. അര എന്ന് പറയുന്നത് പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് കിടക്കുന്നത്. അത് പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് എന്ന് മാത്രമല്ല, അര എന്ന് പറയുന്നത് പൂജ്യത്തിന്റെയും ഒന്നിന്റെയും മധ്യബിന്ദുവാണ് അല്ലെ? അതായത് പൂജ്യത്തിൽ നിന്ന് അരയിലേക്കുള്ള ദൂരവും അതുപോലെ അരയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരവും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒ എ എന്ന് പറയുന്നത്, അപ്പോൾ പൂജ്യത്തിന് ഒ എന്നും ഒന്നിനെ എ എന്നും എടുക്കുകയാണെങ്കിൽ ഒ എ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ബൈസെക്ടർ വരച്ചിട്ട് അതിന്റെ മധ്യബിന്ദു കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു നമ്പർ ലൈൻ വരക്കുന്നു, അതിൽ തുല്യ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു. അത് സ്കെയിൽ വെച്ചിട്ട് 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ എത്രയാണെങ്കിലും സ്കെയിൽ വെച്ച് നമ്മൾ അടയാളപ്പെടുത്താം. അപ്പൊ നമുക്ക് അടയാളപ്പെടുത്തുമ്പോൾ ഒരേ അകലമായിരിക്കും. ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം തന്നെ ഈ രണ്ട് ബിന്ദുക്കളും ഇതും ഒക്കെ ഒരേ അകലത്തിലായിരിക്കാം അടയാളപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ 0 അടയാളപ്പെടുത്തി, 1 അടയാളപ്പെടുത്തി, 2 അടയാളപ്പെടുത്തി, 3 അടയാളപ്പെടുത്തി. അതായത് അതിസംഖ്യകൾ പൂജ്യത്തിന്റെ വലത്തോട്ടും അതുപോലെ ന്യൂനസംഖ്യകൾ -1, -2, -3 പൂജ്യത്തിന് ഇടത്തോട്ടും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഈ അര എന്ന് പറയുന്നത് അല്ലെങ്കിൽ 0.5 എന്ന് പറയുന്നത് ഈ ആള് എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് കിടക്കുന്നത് അല്ലെ? നമുക്കറിയാം അര എന്ന് പറയുമ്പോൾ ഒന്നിന്റെ പൊട്ടാണ്, പകുതിയാണ്. അത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അപ്പൊ ഒന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അതിന്റെ ഒരു പകുതിയാണ് അര എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു അകലം, അതാണ് 0 മുതൽ 1 വരെയുള്ള അകലം, അതിന് നമ്മൾ ഒ എ എന്ന് പേര് കൊടുക്കാന്ന് വിചാരിക്കും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ അര എന്ന് പറയുന്നത് പൂജ്യത്തിനേക്കാൾ വലുതാണ്, ഒന്നിനേക്കാൾ ചെറുതാണ്, മാത്രമല്ല ഇതിന്റെ ഇടയിൽ കൃത്യം നടുവിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് എളുപ്പമാണ് എന്ത്? സ്കെയിൽ വെച്ചിട്ട് ഇതിന്റെ കൃത്യം മധ്യബിന്ദു നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ 2 സെന്റിമീറ്റർ എടുത്തിരിക്കണമെങ്കിൽ മധ്യബിന്ദു എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കും വരിക. ഇനി 1 സെന്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ 1/2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി അതല്ല, നമ്മൾ എന്താ കുറച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇപ്പൊ 7 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 3.5 അങ്ങനെയൊക്കെ നമുക്കൊരു കൃത്യമായിട്ട് അതായത് ഒരു പോയിന്റ്, പൂർണ്ണ നമ്പർ അല്ലാത്ത പോയിന്റുകളൊക്കെയാണ് ഇതിന്റെ മധ്യബിന്ദുവായി വരുന്നതെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരു പോയിന്റ് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം ഇങ്ങോട്ടോ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ അതിന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ബൈസെക്ടർ വരയ്ക്കുക. ബൈസെക്ടർ എന്ന് പറയുന്നത് എന്താ, സമഭാജി എന്ന് പറയും. അതായത് ഈ ഒ എ എന്ന് പറയുന്ന ഇത്തരം സ്ഥലത്തിന് നമ്മൾ എന്തോ ചെയ്യണം? സമഭാജി വരച്ച് അതിന്റെ മധ്യബിന്ദു കണ്ടെത്തണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സമഭാജി വരയ്ക്കുക? നമ്മുടെ കോമ്പസ് ഉണ്ടല്ലോ, കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യണം? പെൻസിൽ വെക്കുക. കോമ്പസിൽ പെൻസിൽ വെച്ചിട്ട് അത് കൃത്യമായിട്ട് ശരിയാക്കിയിട്ട് ആ കോമ്പസിന്റെ പോയിന്റ് ഇവിടെ ചേർത്ത് വെക്കുക, ഒന്നിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കുക, മറ്റേ ഭാഗം കൊണ്ട് നമ്മൾ വരയ്ക്കുക. കോമ്പസിൽ വരയ്ക്കാൻ അറിയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ, നമ്മൾ കൃത്യമായിട്ടൊരു വീഡിയോ കാണിച്ചു തരും. അതായത് കോമ്പസിലെ നമ്മൾ ഒരു പോയിന്റ് എടുത്ത് ഇവിടെ വെക്കുക,
എന്നിട്ട് പെൻസിലുള്ള ഭാഗം കൊണ്ട് ഒരു ചെറിയ ചാപം കുറച്ച് അകലം വെച്ചിട്ട് പെൻസിലുള്ള ഭാഗം കൊണ്ട് ഇവിടെ ഒരു ചാപം വരയ്ക്കുക. ചാപം എന്ന് പറഞ്ഞ വൃത്തത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ കോമ്പസിന്റെ ഒരു സൈഡ് ഇവിടെ വെച്ച് മറ്റേ സൈഡ് കൊണ്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അപ്പൊ എങ്ങനെ വരും? ഇത് ഈ സൈഡിൽ നിന്ന് വരച്ചതാണ്, ഇതാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, 0-യിൽ വെച്ചിട്ട് വരച്ചപ്പോ ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യണം? 1-ൽ വെച്ചിട്ട് വരക്കണം. അപ്പൊ 1-ൽ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും, 0 വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ഇവിടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ? ഇനി അതേപോലെ താഴേക്ക് വരയ്ക്കാം. ഇവിടെ വെച്ചിട്ട് അളവ് മാറ്റാൻ പാടില്ല കേട്ടോ. അതേ അളവില് ഇങ്ങനെ വരയ്ക്കുന്നത് ഇതേപോലെ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഇതിന്റെയാണ് ഇത് ഭാഗം. ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതേപോലെ ഇങ്ങോട്ട് 0-യിൽ വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. 0-യിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതേപോലെ ആ കോമ്പസ് വെച്ച് താഴേക്ക് വരയ്ക്കുക. ഇനി 7 വെക്കുക, ഇവിടെ വരയ്ക്കുക. അതേപോലെ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് 2 കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെ 2 കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഒന്നുമില്ല, നമ്മുടെ കോമ്പസ് എടുക്കുക. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്. നമ്മുടെ കോമ്പസ് എടുക്കുക, കോമ്പസിൽ പെൻസിൽ വെക്കുക. എന്നിട്ട് പെൻസിൽ ഇല്ലാത്ത മറ്റേ കോമ്പസിന്റെ കൂർത്ത ഭാഗം ഇവിടെ വെക്കുക. എന്നിട്ട് പെൻസിൽ കൊണ്ട് കുറച്ച് ഒരു ഇത് ഡിസ്റ്റൻസ് ഇതിൽ എടുത്തിട്ട്, അതായത് കോമ്പസിൽ എടുത്തിട്ട് കോമ്പസ് പെൻസിൽ ഇല്ലാത്ത ഭാഗം ഇവിടെ കുത്തിയിട്ട് പെൻസിൽ കൊണ്ട് ഒരു വൃത്തം വരക്കുക. വൃത്തം കംപ്ലീറ്റ് വരക്കണ്ട, അതിന്റെ ഒരു ഭാഗം വരച്ചാൽ മതി. അതിന് പറയുന്ന പേരാണ് ചാപം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചാപം വരക്കുക, ഇവിടെ കോമ്പസ് വെക്കുക, ഇവിടെ വരക്കുക. അതേപോലെ ആ കോമ്പസ് തിരിച്ച് താഴെയും ഒരു ചാപം വരക്കുക. ഓക്കെ, ഇനി 7-ൽ നിന്ന് എടുക്കുക, 0-യിൽ വെക്കുക, 0-ൽ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ചാപം വരക്കുക, അതേപോലെ താഴെയും ചാപം വരക്കുക. അപ്പൊ ഈ 2 ചാപങ്ങളും മുകളിലും താഴെയും കൂട്ടിമുട്ടുന്നു. 2 പോയിന്റ് കിട്ടിയില്ലേ? ഇനി ആ 2 പോയിന്റ് കൂടി യോജിപ്പിച്ച് ഒരൊറ്റ വര ഇങ്ങനെ വരയ്ക്കുക. സ്കെയിൽ വെച്ചിട്ട് ഒരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ വര എന്ത് ചെയ്യും? ഈ OA എന്ന് പറയുന്ന ഇതിനെ കൃത്യമായ 2 ഭാഗങ്ങളാക്കി വിഭജിക്കും. ഓക്കെ, ആ പോയിന്റ് ആണ് ഇത്. കണ്ടോ? ഈ പോയിന്റ് ആണ് കൃത്യമായി വിഭജിക്കുന്ന ആ ലംബ സമഭാജി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് കൃത്യമായിട്ട് വിഭജിക്കുന്ന, അല്ലെങ്കിൽ OAയുടെ മധ്യബിന്ദു എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു OAയുടെ മധ്യബിന്ദു ആണ് ആര്? 1/2 അര എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് ആണ് ആര്? അര. മനസ്സിലായോ? ഇനി അതേപോലെ നമുക്ക് നെഗറ്റീവ് അര വേണമെങ്കിൽ, ന്യൂനം അര വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടയാളപ്പെടുത്താം. അത് 0-ന്റെയും -1-ന്റെയും ഇടയിലായിരിക്കും കിടക്കുക. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? ചാപം വരച്ചിട്ട് 0-ന്റെയും -1-ന്റെയും മധ്യബിന്ദു കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം 0-ൽ വെച്ചിട്ട് ചാപം വരയ്ക്കുന്നു, അതേപോലെ ആ ചാപം തിരിച്ച് താഴെ വരയ്ക്കുന്നു. അതുപോലെ -1-ൽ പോയിന്റ് വെക്കുക, കോമ്പസിന്റെ പെൻസിൽ ഇല്ലാത്ത ഭാഗം -1-ൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് അതേപോലെ ഇവിടെ ഒരു ചാപം വരയ്ക്കുന്നു, താഴെ ഒരു ചാപം വരച്ചു, അതുപോലെ മുകളിലും ഒരു ചാപം വരച്ചു. അപ്പൊ ഇതേപോലെ ഇവിടെയും 2 പോയിന്റ് കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടിയിട്ട് ഒരു രേഖ വരയ്ക്കും. അത് കൂട്ടിമുട്ടുന്ന ഇതാണ്, ഈ ബിന്ദു ആയിരിക്കും -1-ന്റെയും 0-ന്റെയും മധ്യബിന്ദു എന്ന് പറയുന്നത്. ഏതാണ്? ഈ ബിന്ദു. ആ ബിന്ദുവാണ് ആര്? -1/2. 1/2 എന്ന് പറയുമ്പോൾ 0-ന്റെയും അല്ലെങ്കിൽ 0-ന്റെയും 1-ന്റെയും മധ്യബിന്ദു. -1/2 എന്ന് പറയുന്നത് 0-ന്റെയും -1-ന്റെയും മധ്യബിന്ദു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് മധ്യബിന്ദു കണ്ടിട്ട് അടയാളപ്പെടുത്താം. നമുക്ക് സ്കെയിലിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇനി മധ്യബിന്ദു അല്ലെങ്കിൽ സമഭാജി വരച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമുക്ക് 4/3 എങ്ങനെയാണ് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുന്നത് എന്ന് നോക്കാം. നമ്മുടെ സംഖ്യാരേഖയിൽ 4/3 എങ്ങനെ അടയാളപ്പെടുത്താം എന്നുള്ളത് നോക്കാം. 4/3 എന്ന് പറയുന്നത് 1 കൂട്ടണം 1/3 എന്നുള്ളതാണ് അല്ലെ? 1 കൂട്ടണം 1/3, 1ഉം 1/3 കൂട്ടിയതാണ് 4/3 എന്ന് പറയുന്നത്. അതായത് നമുക്ക് മിശ്ര ഭിന്നങ്ങളാണ് ഇത് കൂട്ടുന്നതിന്റെ. എങ്ങനെയാണ്? 3 × 1 3 കൂട്ടണം 1 4, 4/3 അങ്ങനെയാണ് ഈ 4/3 കിട്ടുന്നത്. ഇതിന് നമുക്ക് പിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 കൂട്ടണം 1/3 എന്ന് എഴുതാം. ഓക്കെ, 1 കൂട്ടണം 1/3. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 4/3 ഒന്ന് ഹരിച്ചു നോക്കിയാൽ അറിയാം. 4 ഹരിക്കണം 3 എന്ന് പറയുന്നത് 1 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. അതായത് 1-നേക്കാൾ അപ്പുറത്താണ് കിട്ടുക, 1-നേക്കാൾ വലുതാണ് കിട്ടുക. അപ്പൊ അത് അടയാളപ്പെടുത്താൻ വേണ്ടി ആദ്യം നമ്മൾ സംഖ്യാരേഖ വരച്ചു, നമ്മൾ പോയിന്റുകൾ അടയാളപ്പെടുത്തി,
ഏതൊക്കെയാണ്? 0 അടയാളപ്പെടുത്തി, 1, 2, 3 അടയാളപ്പെടുത്തി, -1, 2, 3 അടയാളപ്പെടുത്തി. 0, 1, 2, 3, -1, -2, -3. അങ്ങനെ നമ്മൾ എന്ത് അടയാളപ്പെടുത്തി? സംഖ്യകൾ അടയാളപ്പെടുത്തി. ഇനി നോക്കൂ, നമ്മൾ പറഞ്ഞു 1 കൂട്ടണം 1/3 ആണ് 4/3 എന്ന് പറഞ്ഞു. അപ്പൊ 1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി നോക്കാം. 0 മുതൽ 1 വരെ 1 അല്ലെ. ഇനി 1/3 എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ് 1/3? അതായത് 3 ഒരു ഭാഗം, അതായത് 1 വരെ ഇത്. ഇനി ഇതിന്റെ അപ്പുറത്തുള്ള സംഖ്യ, അതായത് 1നും 2നും ഇടയിലുള്ളതിനെ 3 ഭാഗം തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1, അതാണ് ഈ 1/3 എന്ന് പറയുന്നത്. ഈ 3 ഭാഗങ്ങളാക്കിയതിൽ 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 2 വരെ ഉള്ളതിനെ 3 തുല്യ ഭാഗങ്ങളാക്കണം. ഓക്കെ, ഇവിടെ 3 തുല്യ ഭാഗങ്ങളാക്കി. ഇനി നെഗറ്റീവ് കാണുവാണെങ്കിൽ ഇവിടെയും 3 തുല്യ ഭാഗങ്ങളാക്കി. അതായത് 0 മുതൽ -1 വരെ 1, അവിടെ നിന്ന് ഇങ്ങോട്ട് 3 തുല്യ ഭാഗങ്ങളാക്കി. അതേപോലെ ഇവിടെയും 3 തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ ഈ ഒരു ദൂരമായിരിക്കും എന്തെന്ന് പറയുന്നത്? 4/3 എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 1 കൂട്ടണം 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 കൂടെ, അതല്ലേ 1/3. അപ്പൊ 1 എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെ. പിന്നെ അടുത്ത 1 മുതൽ 2 വരെ ഉള്ളതിനെ 3 തുല്യ ഭാഗങ്ങളാക്കി, താഴെയുള്ള അംശത്തിന്റെ അത്രയും ഭാഗങ്ങളാക്കി, ഛേദത്തിന്റെ അത്രയും ഭാഗങ്ങളാക്കിയിട്ട് അതിൽ 1. അപ്പൊ 1, 2, 3 ഭാഗങ്ങളാക്കിയതിൽ 1 കൂടെ കൂട്ടുക. അപ്പൊ 1ഉം ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ദൂരം വരും. അതാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ദൂരം, അതാണ് 4/3 എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് ആണ് അത് 4/3 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അതേപോലെ നമുക്ക് നെഗറ്റീവ് 4/3 കാണാം. എങ്ങനെ? 1ഉം അതുപോലെ അടുത്തത് 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1ഉം. അപ്പൊ ഇത് ഇത്രയും ഭാഗം വരും അല്ലെ. ആദ്യം 1 എന്ന് പറയുമ്പോ ഇത്രയും, പിന്നെ അടുത്തത് 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും പോർഷൻ വരും. അപ്പോൾ എല്ലാം കൂടെ കൂടി വരുമ്പോൾ 0 മുതൽ 0 മുതൽ ഇതുവരെയുള്ളതാണ് -4/3. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് -4/3 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സംഖ്യാരേഖയിൽ നമ്പർ അടയാളപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. 4 ഹരിക്കണം 3 അങ്ങോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 4ൽ 3 എത്ര പ്രാവശ്യം പോകും? 1 അങ്ങനെ ഹരിച്ചു പോകില്ലേ? അത് ആ ഉത്തരം കണ്ടെത്തിയിട്ട് അത് ഏകദേശം എവിടെയാണെന്ന് നോക്കിയാലും മതി. ഓക്കെ, എന്നിട്ട് സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്തുക. ഏകദേശം ആ സ്ഥലത്താണ് വരുന്നത് എന്നുള്ളത് അടയാളപ്പെടുത്തുക കേട്ടോ. നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് ഇതൊന്നും വരക്കണം എന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വരച്ചത്. നിങ്ങൾ ജസ്റ്റ് ഈ 1ഉം 1/3 എന്നുള്ള ഈ പോയിന്റ് അടയാളപ്പെടുത്തുക. ഇവിടെ -4/3 അടയാളപ്പെടുത്തുക. അതുപോലെ ഇവിടെ 4/3 അടയാളപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. ഈ വരയും ഇതൊന്നും വരക്കണ്ട കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് 1 എന്നുള്ള ആ ഒരു അകലം മനസ്സിലാവാൻ വേണ്ടിയിട്ടും, അതുപോലെ ഈ ഒരു അകലം ഇത് കൂടെ കൂട്ടിയതാണ് ടോട്ടൽ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയുന്നത്? കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പേഴ്സ്. അതായത് 2 ഭിന്ന സംഖ്യകളും നമ്മൾ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാലേ കമ്പയർ. നമ്മൾ വീട്ടിൽ പറയാറില്ലേ അവൾ എത്ര പഠിക്കാറുണ്ട്, നീ എന്താ ഇങ്ങനെ? നിങ്ങളെ മക്കളോട് നമ്മൾ പറയാറുണ്ട്. ചിലവര് ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യാറുണ്ട്. ഇപ്പൊ ആ ഡ്രസ്സ് ഇത്ര നല്ലതാണ്, അല്ലെങ്കിൽ അത് നല്ലതാണ്, ഇത് നല്ലതല്ല, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യില്ലേ? അതേപോലെ തന്നെ 2 ഭിന്ന സംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് നമ്മൾ താരതമ്യം ചെയ്യാം. ഓക്കെ, ഇതിൽ ഏതാണ് വലുത്, ഏതാണ് ചെറുത്? നമ്പർ ആവുമ്പോൾ അങ്ങനെയാണ്, അല്ലാതെ ഏതാ ഗ്ലാമർ ഉള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഏതാ വലുത്, ഏതാ ചെറുത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്പേഴ്സിൽ നമ്മൾ നോക്കുക അല്ലെ. ഇപ്പൊ 2 ഭിന്നസംഖ്യകളെ എങ്ങനെയാണ് നമ്മൾ വലുതും ചെറുതും ഏതാണുള്ളത് കണക്കാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻ ഓർഡർ ടു കമ്പയർ 2 റാഷണൽ നമ്പേഴ്സ്, അതായത് 2 ഭിന്നസംഖ്യകളെ താരതമ്യം ചെയ്യാൻ നമ്മൾ താഴെ പറയുന്ന മെത്തേഡ്, കുറെ മെത്തേഡ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് സ്വീകരിക്കുന്നത്. അതാണ് പറയുന്നത്. വി ഫോളോ എനി ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്നത് ഏതെങ്കിലും ഒരു മെത്തേഡുകളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു 2-3 മെത്തേഡ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് 2 റാഷണൽ നമ്പേഴ്സ്, 2 ഭിന്നസംഖ്യകൾ ടു ബി കമ്പയർഡ്, താരതമ്യം ചെയ്യാൻ, ഹാവ് ദ സെയിം ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദം, താഴെ തന്ന സംഖ്യ. അതായത് ഇപ്പൊ നമ്മൾ 2 ബൈ എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതുക. അപ്പൊ 2/3 എന്ന് പറയുമ്പോൾ 3, താഴെ തന്നിരിക്കുന്ന ഛേദം 2 സംഖ്യകളാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ തന്നതെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഛേദങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നും നോക്കണ്ട,
മുകളിലുള്ള ന്യൂമറേറ്റേഴ്സ് അംശങ്ങളെ കമ്പയർ ചെയ്യുക. അംശങ്ങൾ തമ്മിൽ നോക്കുക. അതിലേതാണോ വലുത് ആ സംഖ്യ തന്നെയാണ് വലുത്. ഇപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം. ഉദാഹരണമാണെങ്കിൽ ഇപ്പൊ 5/17 9/17 ഈ രണ്ട് സംഖ്യകളെ നമുക്ക് നോക്കിയിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ ഇതിൽ ഏതാണ് വലിയ സംഖ്യ, 5/17 ആണോ 9/17 ആണോ വലുത് എന്ന് നമ്മളോട് നോക്കാൻ പറയണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം അംശം ഛേദം നോക്കുക. ഛേദം ഒരേപോലുള്ളതാണോ നോക്കുക. ഫസ്റ്റ് മെത്തേഡ് അതാണ്. ഒരേപോലുള്ളതാണ് ഇവിടെ അല്ലെ. ഒരേപോലുള്ളതാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് നോക്കാൻ. എന്താണ്, നേരെ നമ്മൾ അംശത്തിന് നോക്കാം. നേരെ നമ്മുടെ അംശത്തിന് നോക്കുക. ഇതിൽ ആരൊക്കെയാണ് അംശം? ഒരാൾ 5ഉം ഒരാൾ 9ഉം. അപ്പൊ അതിൽ ചെറുത് ഏതാ വലുത് ഏതാ നോക്കുക. 5ആണോ 9ആണോ വലുത്? 9ആണ് വലുത്. അതുപോലെ 5ആണ് ചെറുത്. അപ്പൊ അതേ സംഖ്യയാണ് ചെറുത് വലുത്. 5/17 17ൽ 5 ഭാഗം 17ൽ 9 ഭാഗം. അതായത് 17 കഷ്ണങ്ങളാക്കിയതിൽ 5 കഷ്ണം എടുക്കുന്നതാണോ സെയിം 17 കഷ്ണങ്ങളാക്കിയതിൽ 9 കഷ്ണം എടുക്കുന്നതാണോ വലുത് വരിക? ഇതല്ലേ. അപ്പൊ ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് ഒന്നും നോക്കല്ല, അംശത്തേക്ക് നോക്കുക. അംശം ഏതാണോ വലുത് അത് തന്നെയാണ് വലിയ സംഖ്യ. അപ്പൊ 5/17 ആണ് ചെറിയ സംഖ്യ, 9/17 ആണ് വലിയ സംഖ്യ. അതായത് 5 9നേക്കാൾ ഇങ്ങനെ ഇട്ടാൽ ലെസ് ദാൻ എന്നാണ് വായിക്കുക കേട്ടോ. ചെറുത് എന്നാണ് വായിക്കുക. വലുതാണെങ്കിൽ അത് നേരെ തിരിച്ചിട്ട് പിന്നെ നോക്കിയാൽ മതി. വായ തുറന്നിരിക്കുന്നത് ആരെ സൈഡിക്കാൻ നോക്കുക. ഇവിടെ 9ന്റെ സൈഡിക്കല്ലേ. അപ്പൊ 9ആണ് വലുത്. ആ വാ പൊളിച്ചിരിക്കുന്നത് ആര് നേരത്താണോ അയാളാണ് വലിയ സംഖ്യ. അത് ശ്രദ്ധിക്കട്ടോ. അപ്പൊ 5 ചെറുതാണ് 9നേക്കാൾ. 5 ലെസ് ദാൻ 9 അല്ലെങ്കിൽ 5 ചെറുതാണ് 9നേക്കാൾ. അതുകൊണ്ട് 5/17 എന്ന് പറയുന്നത് 9/17 ചെറുതാണ്. ഓക്കെ. ഇനി ഇതിപ്പോ ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് ഒന്നും നോക്കാനില്ല. അംശം നോക്കുക. അംശത്തിൽ വലുതേതാണോ ആ ഭിന്നസംഖ്യയാണ് വലുത്. അംശത്തിൽ ചെറുതേതാണോ ആ ഭിന്നസംഖ്യയാണ് ചെറുത്. അതാണ് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് തുല്യമല്ലെങ്കിലോ അങ്ങനെ വരാമല്ലോ. ഇപ്പൊ നമ്മുടെ ഈ ഛേദം രണ്ടും എന്തല്ല, തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടു റാഷണൽ നമ്പേഴ്സ് ഹാവിങ് ഡിഫറന്റ് ഡിനോമിനേറ്റേഴ്സ്, അതായത് രണ്ട് ഭിന്നസംഖ്യകളുടെ ഛേദങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മേക്ക് ദയർ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിന്റെ ഛേദം തുല്യമാക്കണം. എങ്കിൽ പിന്നെ നമുക്ക് വലുതേതാ ചെറുതേതാന്ന് പറയാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? രണ്ടിന്റെ ഛേദം തുല്യമാക്കണം ബൈ ടേക്കിംഗ് ദയർ ഇക്വലന്റ് ഫോം. അതായത് LCM എടുക്കുക എന്ന് പറയും. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. LCM എടുത്തിട്ട് നമ്മൾ അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ദർ ഇക്വലന്റ് ഫോം ആൻഡ് ദെൻ കമ്പയർ ദ ന്യൂമറേറ്റേഴ്സ്. പിന്നെ ഈക്വൽ ആക്കി നമ്മള് LCM എടുത്തിട്ട് രണ്ടിന്റെയും ഇത് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പിന്നെ ന്യൂമറേറ്റർ നോക്കിയാൽ മതി. ഛേദം ഈക്വൽ ആണെങ്കിൽ പിന്നെ ന്യൂമറേറ്റർ നോക്കുക, അല്ലെങ്കിൽ അംശം നോക്കുക. അതിലേതാ വലുത് അത് തന്നെയാണ് സംഖ്യ. ദ നമ്പർ ഹാവിംഗ് ഗ്രേറ്റസ്റ്റ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റസ്റ്റ് നാച്ചുറൽ നമ്പർ. അതായത് ഏറ്റവും വലിയ അംശം ഏതാണോ അതാണ് ഏറ്റവും വലിയ നമ്പർ, ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അപ്പൊ ഛേദം ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്നാക്കണം. ഒന്നാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അംശം നോക്കിയിട്ട് പറയാം ഏതാണ് വലുതെന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം നോക്കൂ. 3/7 9/11. ഇതില് ഛേദം നോക്കൂ. 1ന്റെ 7 1ന്റെ 11 ഈക്വൽ ആണോ? തുല്യമാണോ? അല്ല. അപ്പൊ തുല്യമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് മേക്ക് ദയർ ഡിനോമിനേറ്റർ സെയിം ഇൻ ദി ഫോളോവിംഗ് മാനർ. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഛേദങ്ങൾ താഴെ പറയുന്ന പോലെ തുല്യമാക്കണം. എങ്ങനെയാക്കുക? ഒന്നും വേണ്ട. ഇത് നോക്കുക. 3/7 അല്ലേ? അതിനെന്ത് ചെയ്യണം? നമ്മള് 9/11 ഇങ്ങനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 3നെ 11 കൊണ്ട് ഗുണിക്കാം. 9നെ 7 കൊണ്ട് ഗുണിക്കാം. ഉണ്ടോ? 9നെ 7 കൊണ്ട് ഗുണിക്കാം. താഴെയുള്ള അപ്പൊ 3നെ 11 കൊണ്ട് ഗുണിച്ചാൽ സംഖ്യ മാറാതിരിക്കാൻ താഴെയുള്ള 7നെ എന്ത് ചെയ്യണം? 11 കൊണ്ട് ഗുണിക്കണം. അതിൽ സംഖ്യ മാറിപ്പോയി. അപ്പൊ 3 ഗുണിക്കണം 11 ചെയ്യുമ്പോൾ അംശത്തിൽ ഛേദത്തിലും അതേ ക്രിയ ചെയ്യണം. അതിൽ സംഖ്യ മാറിപ്പോയി. അപ്പൊ 3 ഗുണിക്കണം 11 ക്രോസ് ചെയ്തിട്ട് ചെയ്യാം. 3 ഗുണിക്കണം 11 അതുപോലെ താഴെ 7 ഗുണിക്കണം 11 ചെയ്തു. സംഖ്യ മാറാതിരിക്കാൻ 11നെ കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 ഗുണിക്കണം 11 എന്ന് പറയുമ്പോൾ 33 കിട്ടി. 7 ഗുണിക്കണം 11 എന്ന് പറയുമ്പോൾ 77 കിട്ടി. അപ്പൊ 3/7 എങ്ങനെ മാറി? 33/77 എന്നുള്ള രൂപത്തിൽ മാറിപ്പോയി. അപ്പൊ 3/7 പകരം നമ്മൾ ഇനി ഇയാളെ നോക്കിയാൽ മതി. ഓക്കെ. ഇനി അതുപോലെ നമ്മൾ 9/11 എടുക്കുക. അപ്പൊ എന്ത് ചെയ്യാ? നേരെ ക്രോസ് ചെയ്യാം. 9നെ
മറ്റേ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കുക. അപ്പൊ 9 ഗുണിക്കണം 7 ചെയ്താൽ സംഖ്യയുടെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അംശത്തിന് നമ്മൾ 7 കൊണ്ട് ഗുണിച്ചപ്പോൾ ഛേദത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഈ 7 കൊണ്ട് 9ന്റെ മുകളിലും താഴെയും ഗുണിക്കാം. അപ്പൊ 9 × 7 11 ഗുണിക്കണം 7. 9 ഗുണിക്കണം 7 എന്ന് പറഞ്ഞാൽ 63 എന്ന് കിട്ടും. 11 ഗുണിക്കണം 7 എന്ന് പറഞ്ഞാൽ 77 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 9 ഗുണിക്കണം 7 മുകളിലുള്ളതിനെ ഗുണിച്ചിട്ട് മുകളിലും താഴെ ഉള്ളതിനെ ഗുണിച്ചിട്ട് താഴെ എഴുതുക. അപ്പൊ 63 ഹരിക്കണം 77 കിട്ടും. അപ്പൊ നമ്മുടെ 9/11 എങ്ങനെ മാറി? 63 77 മാറി. 3/7 എങ്ങനെ മാറി? 33/77. ഇപ്പൊ നോക്കൂ, ഇതിന്റെ രണ്ടിന്റെ അംശം ശരിയല്ലേ? ഒന്നല്ലേ? അപ്പൊ രണ്ടിന്റെ അംശം തുല്യമായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സോറി, രണ്ടിന്റെ ഛേദം തുല്യമായി 77 ആയി അല്ലെ? താഴെ ഉള്ളത് 7 പകരം 77 11 പകരം 77. അത് ക്രോസ് ചെയ്താൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. ക്രോസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ പിന്നെ രണ്ടിലും വരുന്ന കോമൺ സംഖ്യ ഏതാ നോക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിക്കും നല്ലത് അതിൽ എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. അതാണ് എളുപ്പം. അപ്പൊ 3നെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ താഴെയുള്ള 7നെ 11 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3/7 എന്തായി മാറി? 33/77. അതേപോലെ 9നെ 7 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ താഴെയുള്ളതിനെയും 7 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ നമ്പർ മാറിപ്പോകും. അപ്പൊ 9നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ താഴെയുള്ളതിനെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇത്ര നമുക്ക് 63/77 കിട്ടും. അപ്പൊ 3/7 33/77 ആയി. 9/11 63/77. അപ്പൊ നമ്മൾ ഈ രണ്ട് നമ്പറിനെ നോക്കിയാൽ മതി. ഇതിന്റെ രണ്ടിന്റെയും ഛേദം തുല്യാണ്. അപ്പൊ അംശം നോക്കുക. ഒന്ന് 33 ഒന്ന് 63. ഏതാ വലുത്? 63 അല്ല. അപ്പൊ ഈ നമ്പർ 63/77 ആണ് വലിയ ഭിന്നസംഖ്യ. അത് യഥാർത്ഥത്തിൽ ഏതായിരുന്നു? 9/11. അപ്പൊ 9/11 ആണ് ഏറ്റവും വലിയ സംഖ്യ. ഓക്കെ, അതായത് 63 ആണ് 33 വലുത്. അതുകൊണ്ട് 63/77 ആണ് 33/77 വലുത്. അതായത് 63/77 എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യ? 9/11. അതാണ് 33/77 എന്ന് പറഞ്ഞാൽ 3/7. അപ്പൊ 9/11 ആണ് 3/7 വലുത്. അപ്പോ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഛേദം നോക്കുക. ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ അംശങ്ങൾ നോക്കിയിട്ട് വലുതേതാ ചെറുതേതാന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത്? ഛേദം നോക്കുക. ഛേദം തുല്യം അല്ലെങ്കിൽ ക്രോസ് ചെയ്തും തിരിച്ച് തുല്യമാക്കുക. തുല്യമാക്കിയതിന് ശേഷം ന്യൂമറേറ്റർ അംശം നോക്കുക. എന്നിട്ട് വലുതേതാണെന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുക? സംഖ്യാരേഖയിൽ ഈ സംഭവങ്ങൾ അടയാളപ്പെടുത്താം. ബൈ പ്ലോട്ടിംഗ് ടു ഗിവൺ റാഷണൽ നമ്പേഴ്സ്. തന്നിരിക്കുന്നവ ഓൺ ദ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാം. 2/3 3/4 നമ്പർ ലൈനിൽ, അതായത് സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്തിയിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. 2/3 എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം പറയാൻ പറ്റും. 2/3 എന്ന് പറയുന്നത് എന്താണ്? 0നും 1ന്റെയും ഇടയിലാണ് വരുന്നത്. അത് നിങ്ങൾ ഹരിച്ചു നോക്കിയാൽ അറിയാം. 2/3 എന്ന് പറയുമ്പോൾ 0 അല്ലെ? 2 ഹരിക്കണം 3 എന്ന് പറയുമ്പോൾ 2ൽ 3 പോവില്ല. അപ്പൊ 0 എത്ര വരിക? പിന്നെ 20ൽ 3 6 പ്രാവശ്യം. അപ്പൊ 0.6 അങ്ങനെ സംതിങ് ആണ് വരിക. അതായത് 0നും 1ന്റെയും ഇടയിലാണ് 2/3 എന്ന് പറയുന്നത് കിടക്കുന്നത്. അതിസംഖ്യയാണ്, അതുകൊണ്ട് 0ത്തിനേക്കാൾ വലുതാണ്, എന്നാൽ 1ലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ 3/4 ഹരിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം. 3 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 3ൽ 4 പോവില്ല. അപ്പൊ 0.30ൽ 4 പ്രാവശ്യം. അപ്പൊ അതും 0ത്തിനേക്കാൾ വലുതാണ്, 1നേക്കാൾ ചെറുതാണ്. അപ്പൊ രണ്ടും എന്താണ്? 0ത്തിനും 1നും ഇടയിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് നമ്പർ ലൈനിൽ ഒന്ന് അടയാളപ്പെടുത്താം. ആദ്യം നമ്മൾ സംഖ്യാരേഖ വരച്ചു. തുല്യ അകലത്തില് പോയിന്റുകൾ ഇട്ടു. ഇനി ഇത് എത്ര അകലത്തിൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം രണ്ട് നമ്പറും കിടക്കുന്നത് 0ത്തിനും 1ന്റെ ഇടയിലാണ്. അതുകൊണ്ടാണ് ഇത്ര ഗ്യാപ്പ് ഇട്ട് വരച്ചത്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് ഇടയിലുള്ളത് 2 സെന്റിമീറ്റർ എടുക്കാം, 3 സെന്റിമീറ്റർ എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം. എടുക്കുമ്പോൾ എല്ലാ തുല്യമാകണം, അകലത്തിലാവണം എന്നുള്ളത് മാത്രമേ കേട്ടോ. അപ്പോ 0 1 ഇവിടെ കിടക്കുന്നുണ്ട്. 2 -1 -2 ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ നോക്കുക. 3 ഭാഗത്തിൽ 2 എണ്ണം, അതായത് 0ത്തിനെയും 1നെയും 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 2 എണ്ണം. അപ്പൊ 3 തുല്യ ഭാഗങ്ങളാക്കി. ഇനി 2 പോയിന്റ് ഞാൻ കൊടുത്തു. ഇപ്പൊ 1 2 3 ഭാഗങ്ങളാക്കി. അതിൽ 2 ഭാഗം എന്ന് പറയുന്നത് ഏതാ? 1 2. ഇതാണ് 2/3 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ,
ഇനി അതേപോലെ നമുക്ക് 3/4 അടയാളപ്പെടുത്തി നോക്കാം. 3/4 എന്ന് പറയുമ്പോൾ 0നെ 1നെ 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 3 ഓക്കെ. അപ്പൊ 4 തുല്യ ഭാഗങ്ങളാക്കാം. നിങ്ങൾ 3 പോയിന്റ് ഇട്ട് കൊടുത്ത് 1, 2, 3, 4 ഭാഗങ്ങളാക്കി. അതിൽ 3 എന്ന് പറയുമ്പോൾ ഏതാ? 1, 2, 3. ഈ പോയിന്റ് ആണ് ആര് 3/4 എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഏതാ വലുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 0ന് വലത്തോട്ട് പോകുന്തോറും ആണ് വലിയ സംഖ്യ വരിക. 1, 2. അപ്പോ 2/3 ആദ്യം വരുന്നത്, 3/4 രണ്ടാമത് വരുന്നത്. അപ്പൊ ഏതാണോ അവസാനം വരുന്നത് അതാണ് 0നേക്കാൾ ഏറ്റവും അകലത്തിൽ കിടക്കുന്നത് ആരാണോ അയാളാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ സംഖ്യാരേഖയിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് വലിയ സംഖ്യ ആണ്. അപ്പൊ 3/4 ക്ലിയർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? 3/4 2/3 വലുത് എന്ന് പറയാൻ കഴിയും. ഓക്കെ, ദാറ്റ് ഈസ് 3/4 എന്ന് പറയുന്നത് ഇത് ഗ്രേറ്റർ ദാൻ വലുതാണ് 2/3 2/3. ഞാൻ പറഞ്ഞു തുറന്നിരിക്കുന്ന ഭാഗം എടുക്കാണോ അയാളാണ് വലുത് കേട്ടോ. ഇതിൽ ഇങ്ങോട്ടല്ലേ വാ വിളിച്ചിരിക്കുന്നത്. 3/4 ആണെങ്കിലും 3/4 വലിയ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഫോർ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ റാഷണൽ നമ്പേഴ്സ്, അതായത് നമ്മുടെ 4 ക്രിയകളുണ്ടല്ലോ, കൂട്ടല്, കുറക്കല്, ഗുണനം, ഹരണം. അത് ഈ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഭിന്നസംഖ്യകളിൽ എങ്ങനെയാണ് കൂട്ടലും കുറക്കലൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം കൂട്ടൽ എങ്ങനെയാണുള്ളത് നോക്കി. ഓക്കെ, അതായത് അഡീഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്, 2 ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് 2 ഭിന്നസംഖ്യകൾ കൂട്ടുക? നമുക്ക് കൺസിഡർ ദ 2 നമ്പർ p/q, r/q. 2 നമ്പർ ഉണ്ട് ഇവിടെ അല്ലെ. ഒന്ന് p/q ഉണ്ട്, ഒന്ന് r/q ഉണ്ട്. അതായത് ഏതെങ്കിലും 2 ഭിന്നസംഖ്യകൾ, അതിന്റെ ഇതെന്താ പ്രത്യേകത എന്താ? ഛേദം തുല്യമാണ്, രണ്ടും q ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ടാണ് കൂട്ടുക. p/q കൂട്ടണം r/q എന്ന് പറയുമ്പോൾ q അതേപോലെ ഛേദം അതേപോലെ എഴുതുക, അംശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് എഴുതുക. അതാണ് ഉത്തരം. എനിക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 2/3 5/3 കൂട്ടാൻ പറഞ്ഞു. 2/3 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയാണ്. 5/3 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണ്. രണ്ടിന്റെയും ഛേദം തുല്യമാണ്, 2ഉം 3ആണ്. അപ്പൊ ഛേദം അതേപോലെ എടുത്തിട്ട് എഴുതാം. 3 തന്നെയാണ്. ഏതാണ് അംശങ്ങൾ നോക്കുക, അംശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് എഴുതാം. 2 + 5 7, 2ഉം 5ഉം 7. അപ്പൊ 7/3 അതിന്റെ ഉത്തരം. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. 3/17 3/17 അതുപോലെ 9/17. ഇതിൽ രണ്ടും ഛേദം തുല്യമല്ലേ, രണ്ടിനും 17 തന്നെയാണ്. അപ്പൊ ഛേദം തുല്യമാണോ എന്ന് ആദ്യം നോക്കണം കേട്ടോ. തുല്യമാണെങ്കിൽ അതേ സംഖ്യ എടുത്ത് എഴുതുക. ഇപ്പൊ 17 ആണ് രണ്ടിലും, അതുകൊണ്ട് ഉത്തരത്തിലും 17 എടുത്ത് എഴുതുക, വൈകുന്നേരം. എന്നിട്ട് അംശം നോക്കുക, 3ഉം 9ഉം കൂട്ടിയിട്ട് 12 എന്നില്ല. അപ്പൊ ഛേദം തുല്യമാണെങ്കിൽ കൂട്ടാൻ ഒരു കുഴപ്പമില്ല, ഛേദം അതേപോലെ എടുത്ത് എഴുതുക, അംശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അംശമായിട്ട് തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരേപോലത്തെ ഛേദമുള്ള 2 ഭിന്നസംഖ്യകൾ കൂട്ടെങ്ങനെയാണ്. ഇനി വ്യത്യസ്ത ഛേദാണെങ്കിലോ, കൺസിഡർ ദ 2 റാഷണൽ നമ്പേഴ്സ് p/q, r/s. ഇത് ഒന്നിൽ q ആണ്, ഒന്നിൽ s ആണ്. അതായത് വ്യത്യസ്ത ഛേദങ്ങളാണെങ്കിൽ, ജസ്റ്റ് എന്റെ ഫോമാണ് കേട്ടോ അത് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ കൂട്ടുക? p/qയും r/sഉം കൂട്ടുമ്പോൾ ആദ്യം ഇതിനെ ക്രോസ് ചെയ്ത് ഗുണിക്കുക. q s നമ്മൾ നേരത്തെ ചെയ്തില്ലോ, p-നെയും s-നെയും ഗുണിക്കുക. അപ്പൊ ഉത്തരം മാറാതിരിക്കാൻ വേണ്ടി q-നെ s കൊണ്ട് ഗുണിക്കുക. അപ്പൊ q s കൂട്ടണം. r-നെ q കൊണ്ട് ഗുണിക്കുക. ഉത്തരം മാറാതിരിക്കാൻ വേണ്ടി s-നെയും q കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ രണ്ടും ഒരേ ഛേദമായി. s/q അല്ലെ, q-s s/q ഗുണിച്ചാലും s-ഉം q-ഉം ഗുണിച്ചാൽ ഒരേ ഉത്തരം കിട്ടും. അപ്പൊ രണ്ടിന്റെ ഛേദം തുല്യമായി. അപ്പൊ ആ ഛേദം അതേപോലെ എടുക്കുക, p-s-ഉം r-ക്കും കൂട്ടിയിട്ട് മുകളിൽ എഴുതാം. ഇനി അതിന്റെ ഒരു ഉദാഹരണം നോക്കാം. അതിന്റെ ഫോർമുലയാണ് കേട്ടോ. അതേ മോഡൽ തന്നെ നമുക്ക് ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം എക്സാമ്പിൾ. അതായത് 3/4 2/3 എന്ന് പറയുന്ന 2 ഭിന്നസംഖ്യകൾ നമ്മളോട് കൂട്ടാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഛേദം നോക്കൂ. ഒരാള് 4ആണ്, ഒരാള് 3ആണ്. തുല്യമാണോ? അല്ല, വ്യത്യാസമുണ്ട് അല്ലെ. ഇന്ന് 3/4 2/3 എന്ന് പറയുമ്പോൾ രണ്ടിന്റെ ഛേദം വ്യത്യാസമുണ്ട്. ഒരാള് 4ആണ്, ഒരാള് 3ആണ്. അപ്പൊ എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു ഇവിടെ? ഇങ്ങനെയാവുന്ന സമയത്ത് p-നെ മറ്റേ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കുക. അപ്പൊ 3-നെ മറ്റേ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കുക, 3 കൊണ്ട്. അപ്പൊ 3 ഗുണിക്കണം 3, 3 ഗുണിക്കണം 3. ഇനി അതേ സംഖ്യ കൊണ്ട് താഴെയും ഗുണിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? സംഖ്യന്റെ വാല്യൂ മാറിപ്പോകും. അപ്പൊ അല്ലെങ്കിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്
അതേ സംഖ്യ കൊണ്ട് താഴെയും ഗുണിക്കാം. അപ്പൊ ഈ ഒരു 3 കൊണ്ട് 3 ഗുണിക്കണം 3, 4 ഗുണിക്കണം 3, 4നെ 3നെ 3 ഈ സംഖ്യ കൊണ്ട് ഇതിന്റെ ഛേദം കൊണ്ട് ഗുണിക്കാം. അപ്പൊ 3 × 3 4 × 3. ഇനി അതേപോലെ കൂട്ടണം എന്ന് തിരിച്ച് ഇതിന്റെ ഇടയിലുള്ള ക്രിയ കൂട്ടണമാണ്. അപ്പൊ കൂട്ടണം അവിടെ ഇട്ട് എടുക്കാം. ഇനി നേരെ തിരിച്ച് ഇതിന്റെ ഛേദം കൊണ്ട് ഗുണിക്കുക. 2 ഗുണിക്കണം 4, 2 ഗുണിക്കണം 4. അതുപോലെ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. 3നെ 4 കൊണ്ട് ഗുണിക്കുക. കാരണം മുകളിൽ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ താഴെ നമ്മൾ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. 2 ഗുണിക്കണം 4, 3 ഗുണിക്കണം 4. ഇനി സാധാ പോലെ ക്രിയ ചെയ്യാം. 3 ഗുണിക്കണം 3 എന്താണ്? 9 ബൈ 4 ഗുണിക്കണം 3 12. ഇടയിലുള്ള ചിഹ്നം കൂട്ടണം. 2 ഗുണിക്കണം 4 എന്നുള്ളത് 8 3, 3 ഗുണിക്കണം 4 എന്നുള്ളത് 12 3. അപ്പൊ ഇങ്ങനെ മാറിപ്പോയി ആ സംഖ്യകൾ. അപ്പൊ ഇതിന്റെ എന്തായി? ഛേദം തുല്യമായി. ഛേദം തുല്യമായാൽ നമുക്ക് കൂട്ടാൻ എളുപ്പമാണ്. എന്താണ്? 12 അതേപോലെ എടുത്ത് എഴുതാം. ഛേദം 2ന്റെ തുല്യമായതുകൊണ്ട് കൂട്ടി എഴുതരുത് കേട്ടോ. 2ന്റെ തുല്യമായതുകൊണ്ട് അതേ സംഖ്യ തന്നെ ഛേദമായിട്ട് എഴുതുക. അംശങ്ങൾ മാത്രം കൂട്ടി എഴുതുക. 9 8 17. അംശങ്ങൾ കൂട്ടിയിട്ട് അംശമായിട്ട് തന്നെ എഴുതുക. ഛേദം 2 തുല്യമാണെങ്കിൽ ആ ഛേദം അതേപോലെ എടുത്തിട്ട് എഴുതാം. ഇനി ഇത് തുല്യമല്ലെങ്കിൽ തുല്യമാക്കാനുള്ള മെത്തേഡാണ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതുപോലെ വേറൊരു ഉദാഹരണം പറയാം. എന്താണ്? -4/5 7/8 രണ്ട് ഭിന്നസംഖ്യകളാണ്. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ ഇത് മൈനസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ചിഹ്നം ശ്രദ്ധിക്കണേ. കൂട്ടുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഇതിന്റെ അംശത്തിന് ഇതിന്റെ ഛേദം കൊണ്ട് ഗുണിക്കാം. ഒന്നാമത്തതിന്റെ അംശത്തിനെ രണ്ടാമത്തിന്റെ ഛേദം കൊണ്ട് ഗുണിക്കാം. അത് -4 ഗുണിക്കണം 8 എന്ന് വന്നു. ഇനി എന്ത് ചെയ്തു? അതേ സംഖ്യ കൊണ്ട് താഴെയും ഗുണിക്കാം. അപ്പൊ 5 ഗുണിക്കണം 8 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി ഇടയിലുള്ള ചിഹ്നം നോക്കുക, കൂട്ടണം. അതായത് ഈ ഒരു സംഖ്യ എടുത്തിട്ട് മുകളിൽ താഴെയും ഗുണിക്കുക. അപ്പൊ ഇങ്ങനെ വന്നു. കൂട്ടണം എന്ന് എഴുതി നേരെ തിരിച്ച് ഈ സംഖ്യ എടുത്തിട്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പൊ 7 ഗുണിക്കണം 5 വന്നു, 8 ഗുണിക്കണം 5 വന്നു. ഉത്തരം സമം എന്താണ്? ഇനി ആദ്യം ഇതിനെ ക്രിയ ചെയ്ത് നോക്കുക. -4 × 8 എന്താ വരിക? ഗുണിക്കാൻ എളുപ്പമാണ്. ഈ മൈനസിനെ കൺസിഡർ ചെയ്യണ്ട. ഗുണിക്കണ സമയത്ത് കേട്ടോ, ഇത് നെഗറ്റീവ് നോക്കണ്ട. എന്ത് ചെയ്യുക? 8 4 ഗുണിക്കുക 12. എന്നിട്ട് ഇതിൽ എത്ര നെഗറ്റീവ് ഉണ്ട് ഗുണിക്കുന്നതിൽ നോക്കുക. ഇതിൽ ഒന്നല്ലേ ഉള്ളൂ. ഒറ്റ സംഖ്യ ആണെങ്കിൽ ഉത്തരത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി 2ന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒറ്റ സംഖ്യ വരും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണ്ട? ഉത്തരത്തിൽ ഇടണ്ട. ഇവിടെ -4 4ന് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. അപ്പൊ എന്താ? 4ഉം 8ഉം ഗുണിച്ച് 32 എന്ന് എഴുതി. നെഗറ്റീവുകളുടെ എണ്ണം എടുക്കുമ്പോൾ ഇവിടെ ഒറ്റ നെഗറ്റീവ് ഉള്ളൂ. അപ്പൊ അതിവിടെ എഴുതി കൊടുക്കുക. ഒറ്റ സംഖ്യ ആണെങ്കിലും ഉത്തരത്തിൽ എഴുതണം കേട്ടോ. പിന്നെ അതുപോലെ 5/8 താഴെ അത് 40 വന്നു. ഇനി ഇത് ക്രിയ ചെയ്യാം. പ്ലസ് ഇവിടെ ഉണ്ട്, അത് നമ്മളിവിടെ അടുത്തെടുക്കും. ഇനി അടുത്തത് ഇത് ക്രിയ ചെയ്യാം. 7 ഗുണിക്കണം 5 35. അവിടെ നെഗറ്റീവ് ഒന്നുമില്ല, നോക്കേണ്ട കാര്യമില്ല. അതുപോലെ 8 ഗുണിക്കണം 5 40. ഇപ്പൊ എന്തായി? 2ന്റെ ഛേദങ്ങൾ തുല്യമായി. അപ്പൊ ആ ഛേദം അതേപോലെ എടുത്ത് എഴുതുക. 40 എന്ന് വന്നു. അംശം എന്തോന്നു? -32 കൂട്ടണം 35. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് നെഗറ്റീവ് സംഖ്യയാണ്, ഒന്ന് പോസിറ്റീവ് സംഖ്യയാണ്. അങ്ങനെ വരുമ്പോ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നമാണ്. 35ന്ന് ചെറുത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 32ആണ് ചെറിയ സംഖ്യ. പിന്നെ 35ന്ന് 32 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും. വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. പ്ലസ് സാധാരണ നമ്മൾ എഴുതാറില്ല. അപ്പൊ അതിസംഖ്യ സാധാരണ നമ്മൾ പ്ലസ് മുന്നിൽ എഴുതാറില്ലല്ലോ. അപ്പൊ 3 മാത്രം എഴുതിയാൽ മതി. അപ്പൊ 3/40 ആണ് ഇതിന്റെ താഴെ ഉള്ളത്. അത് അതേപോലെ എടുത്ത്. ഓക്കെ, അപ്പൊ ഛേദം തുല്യമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ വലുതാണോ ചെറുതാണോ എന്ന് പറയാനും കൂട്ടാനും ഒക്കെ എന്ത് ചെയ്യണം? ഛേദം തുല്യം അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഛേദ തുല്യമാക്കണം. തുല്യമാക്കണ ഒരു മെത്തേഡാണ് ഇത്. ഇങ്ങനെ ഇതിന്റെ ഛേദം എടുത്തിട്ട് ഇതിനെ രണ്ടിനും ഗുണിക്കുക, ഇതിന്റെ ഛേദം എടുത്തിട്ട് ഇതിനെ രണ്ടിനും ഗുണിക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്ന് ഇത്രയാണ് പറയുന്നത്. ബാക്കി ഇതിന്റെ പുറക്കലും ഹരണവും ഗുണനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.